ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളുടെ ഹൃദയം ഇപ്പോഴും സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയുമാണ്. കയ്യിൽ ചൈനീസ് കഥകളുടെ തീരെ ചെറിയ സമാഹാരം ശ്രീ മാക്സിമൻ നെട്ടൂര് സമാഹരിച്ചെടുത്ത ചൈനീസ് കഥകൾ. ചൈനക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ കഥകളുടെ രാജകുമാരന്മാരാണ്. ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക്, ഒരു സാരോപദേശത്തിൽ നിന്ന് മറ്റൊരു സാരോപദേശത്തിലേക്ക് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളൊരു ചൈനീസ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നുറുങ്ങ് കഥകൾ പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൈനക്കാരൊക്കെ കഥകളുടെ രാജകുമാരന്മാരാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുമായി പരിചയപ്പെടുന്ന കാലത്തൊക്കെ. ഈ പുസ്തകത്തിലും സാരോപദേശങ്ങൾ നിറഞ്ഞ ധാരാളം ചൈനീസ് കഥകൾ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. ആമയെക്കുറിച്ചുള്ള കഥ. ചില കഥകളൊക്കെ എല്ലാ സംസ്കാരങ്ങളിലേക്കും കടമെടുക്കപ്പെട്ട കഥകളാണ്. ഈ ആമയെക്കുറിച്ചുള്ള കഥ അത്തരത്തിലുള്ള ഒരു കഥയാണ്. ചങ്ങാതിമാർ ആയി 2 അരയന്നങ്ങൾ വന്നപ്പോൾ ആമ സന്തോഷിച്ചു. അരയന്നങ്ങൾ ഇടയ്ക്കിടെ താഴ്വരയിലെ തങ്ങൾ പാർക്കുന്ന മാനസ സരസിലേക്ക് യാത്രയാകും. അപ്പോൾ അവിടെയുള്ള വിചിത്രമായ കാഴ്ചകളെക്കുറിച്ചൊക്കെ അരയന്നങ്ങൾ നിരന്തരം പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ആമയ്ക്ക് കൊതി വരുന്നു. മാനസ സരസിൽ എങ്ങനെയാണ് ജീവിതം എന്നറിയണമല്ലോ. അങ്ങനെ അരയന്നങ്ങളോട് പറയുന്നു, എന്നെയും കൂടി എങ്ങനെയെങ്കിലും മാനസ സരസിലേക്ക് കൊണ്ടുപോകുമോ? അവർ പറഞ്ഞു, കൊണ്ടുപോകാം. പക്ഷെ എങ്ങനെയാണ് എന്നെ കൊണ്ടുപോവുക? അതിന് എളുപ്പമാർഗമുണ്ട്. ബലമുള്ള ഒരു കമ്പ് അവരെടുത്തു. ആമയോട് അതിൻ്റെ നടുവിൽ മുറുകെ കടിക്കുവാൻ പറഞ്ഞു. എന്നിട്ട് ആ കമ്പിൻ്റെ 2 അറ്റവും അവർ കടിച്ച് ഉയർന്ന് പറക്കുകയാണ്. അങ്ങനെ ഉയർന്ന് പറക്കുമ്പോൾ ആമയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് ആമ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ വികൃതി പിള്ളേർ ഈ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. 2 പക്ഷികൾ ഒരു ആമയെയും തൂക്കി പോകുന്നു എന്ന മട്ടിൽ അവരിങ്ങനെ ഒച്ച ഉയർത്തി പറഞ്ഞപ്പോൾ ആമയ്ക്ക് ദേഷ്യം വന്നു. ആമ ഉടൻ തന്നെ അവരോട് പ്രതികരിക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാർ എന്നെയും കൊണ്ട് പറക്കുന്നതിന് നിനക്കൊക്കെ എന്താണ് ഛേദം എന്ന മട്ടിൽ വാ തുറന്നങ്ങ് സംസാരിച്ചു. പിന്നെ എന്ത് പറ്റിക്കാണും? ആമ നേരെ താഴേക്ക് വന്ന് പിന്നെ ചത്തൊടുങ്ങുന്ന ഒരു കാഴ്ച. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. എടുത്തുചാട്ടം നന്നല്ല. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ പ്രതികരിക്കരുത് എന്നൊക്കെയാണ് സന്ദേശം. കേൾക്കുന്ന കൂട്ടുകാരെ, വെറുതെ ഒരാവശ്യവുമില്ലാതെ നിങ്ങളെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ഒന്നിലേക്ക് എടുത്ത് ചാടണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങളെന്തിന് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊള്ളണം? ടീച്ചർ നിങ്ങളൊരു ഫൂളാണ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഇങ്ങനെ വല്ലാതെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ടീച്ചർ ഒന്ന് ചോദിച്ചു, എന്താ നിനക്ക് ഇത്ര ദേഷ്യം? അവൻ പറഞ്ഞു, കഴിഞ്ഞ ടീച്ചർ എന്നെ ഫൂളെന്ന് വിളിച്ചു. അപ്പോൾ ഈ ടീച്ചർ അവനോട് പറയുന്നു, അവർ ഫൂളാണെന്ന് നിന്നെ വിളിച്ചത് സത്യമാണെന്ന് തെളിയിക്കുന്ന മട്ടിൽ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഫൂളെന്ന് അവർ വിളിച്ചു, പക്ഷെ നീ ഫൂളല്ലല്ലോ. അവർ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന മട്ടിൽ ജീവിക്കാതിരിക്കുക. ഇത് തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ജീവിതത്തെ വല്ലാതെ ഉലച്ച് കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് എന്ന തിരിച്ചറിവ്. 2ാമത്തെ ഒരു നുറുങ്ങ് കഥ. അത് കിഴക്കൻ ചൈനയുടെ മധ്യഭാഗത്തുള്ള ഒരു വനത്തിൽ സംഭവിച്ചതായി പറയപ്പെടുന്ന നാടോടി കഥയാണ്. ഒരു മുയൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു സ്വരം. ചാടി എഴുന്നേറ്റു. ഭൂമിയുടെ അവസാനമായി ലോകാവസാനം വന്നിരിക്കുകയാണ്. അതിൻ്റെ സ്വരമാണെന്ന് പറഞ്ഞ് മുയൽ ചാടി ഓടി പുറത്തേക്കിറങ്ങുന്നു. അതിൻ്റെ പിന്നാലെ മറ്റു മുയലുകളും ഓടിത്തുടങ്ങി.
കുറച്ച് കഴിഞ്ഞപ്പോൾ പന്നിയും കടുവയും കാളയും മാനും എല്ലാം ഇതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ലോകാവസാനം വന്നേ എന്നവർ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ഒരു കുരങ്ങനും കൂടി. കുരങ്ങൻ പിന്നെ ചലപില സംസാരിച്ചുകൊണ്ട് കൊട്ടിഘോഷിക്കുന്ന മട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുക. എല്ലാവരും കൂടി വന്നു നിൽക്കുന്നത് ഒരു സിംഹത്തിൻ്റെ മുന്നിൽ. സിംഹം ഒരല്പം കൂടി ധൈര്യമുള്ള ആളാണല്ലോ. സിംഹം ചോദിച്ചു, എന്താ പ്രശ്നം? ലോകാവസാനം ഇതാ കണ്ടില്ലേ, വലിയൊരു സ്വരം കേട്ടു. ആര് കേട്ടു? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. കടുവയെയും മാനിനെയും പന്നിയെയും കുറുക്കനെയും എല്ലാത്തിനെയും മാറി മാറി നോക്കുകയാണ്. ആരാണിത് കേട്ടത്? ഏറ്റവും അവസാനം മുയലിലേക്ക് എല്ലാവരും വിരൽ ചൂണ്ടുന്നു. മുയലിനോട് സിംഹം ചോദിച്ചു, എന്താണ് നീ കണ്ടത്? എന്താണ് നീ കേട്ടത്? ഞാനൊന്നും കണ്ടില്ല, കേട്ടു. ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ഉണ്ടാകാവുന്ന വലിയൊരു സ്വരം കേട്ടു. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടി. എൻ്റെ ഓട്ടം കണ്ടിട്ട് മറ്റുള്ളവരും കൂടെ ഓടി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ സിംഹം ചോദിച്ചു, നീ ശരിക്കും കാണാത്ത ഒരു കാഴ്ചയല്ലേ അത്? കേട്ട കാര്യം കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് പറയാൻ പറ്റുമോ? എവിടെ നിന്നാണ് നീ ഇത് കേട്ടത്? സ്ഥലം പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് യാത്രയായി. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? അവൻ കിടന്നിടുന്നത് ഒരു പനങ്കാട്ടിലാണ്. അവൻ കിടന്നുറങ്ങിയിരുന്നത്. ഭൂമി പിളരുന്നു എന്ന മട്ടിൽ അവൻ കേട്ട സ്വരം എന്തായിരുന്നു? പനമ്പഴം താഴേക്ക് വീഴുന്ന സ്വരമാണ്. അത് ശക്തമായി വീണപ്പോൾ വലിയ സ്വരം ഉണ്ടായി. അതല്ലാതെ ഭൂമി പിളർക്കുന്ന ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിംഹം ഒരു ഉപദേശം കൊടുത്തു. കാര്യം എന്തായാലും നേരറിഞ്ഞ് ചാടിപ്പുറപ്പെടാൻ പാടുള്ളൂ. കാര്യം എന്തായാലും നേരറിഞ്ഞ് ചാടിപ്പുറപ്പെടാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു ചെറു ഉപദേശമാണത്. എന്തായാലും നേരറിഞ്ഞിട്ടേ ചാടിപ്പുറപ്പെടാൻ പാടുള്ളൂ. ഒരു കൂട്ടുകാരൻ പറയുന്നു, നമുക്കിപ്പോൾ അത്രയ്ക്ക് ശരിയല്ലാത്തൊരു വഴിയിലൂടെ നടക്കാം. ചാടിപ്പുറപ്പെടുകയായി. ഈ മൊബൈൽ ഫോൺ മെസ്സേജുകളെക്കുറിച്ചും അതിൻ്റെ മൂളലിനെക്കുറിച്ചും ഒരു കവി എഴുതിയത് കാലംകോഴിയുടെ കൂവൽ പോലെയാണ് ഇതിൻ്റെ മൂളൽ എന്നാണ്. കാലംകോഴിയെ പോലെ മൊബൈൽ ഫോൺ ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ കാലം നയിക്കുന്ന വഴിയിലൂടെ നടന്ന് മരണത്തിലേക്ക് എത്തിച്ചേരുന്ന മട്ടിൽ ജീവിതം പാതി വഴിയിൽ നിർത്തുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു ഡ്രഗ്സ് ഉപയോഗിക്കാം, ഡ്രിങ്ക്സ് ഉപയോഗിക്കാം. ആരെങ്കിലും പറയുന്നു പഠനം ഉഴപ്പാം. ചാടിപ്പുറപ്പെടുകയാണ്. നേരറിഞ്ഞിട്ടേ പുറപ്പെടാവൂ. ഇതാണ് ഈ കഥ നൽകുന്ന സന്ദേശം. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു ഉപദേശമാണ് അടുത്ത കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. ഇതൊരു തത്തയുടെ കഥയാണ്. കാട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കുന്ന തത്ത. അച്ഛൻ പറയുന്നത് കേൾക്കും, അമ്മ പറയുന്നത് കേൾക്കും. സ്വസ്ഥത, സുഖം, സന്തോഷം. അടുത്ത പ്രദേശങ്ങളിൽ തീറ്റ കിട്ടാതായപ്പോൾ തത്ത അകലങ്ങളിലേക്ക് ഇര തേടി പോയി തുടങ്ങി. ഒരു ദിവസം അവനൊരു പഴുത്ത മാങ്ങയും കൊണ്ടുവന്നു. അച്ഛനും അമ്മയും ചോദ്യം ചെയ്തു, ഇതെവിടെ നിന്ന് കിട്ടി? അടുത്തെങ്ങും ഇത്തരം മാങ്ങയില്ലല്ലോ. അപ്പോൾ അവൻ അവസാനം പറഞ്ഞു, ഇതൊരു ദ്വീപിൽ നിന്നാണ്, കുറച്ച് അകലെയുള്ള ദ്വീപിൽ. അവിടെ മാത്രമാണ് ഈ മാങ്ങയുള്ളത്. അച്ഛൻ പറഞ്ഞു, മോനെ, ആ ദ്വീപിലേക്ക് നീ പോകരുതായിരുന്നു. അതെന്തേ? അത് അപകടമാണ്. കാരണം നീണ്ട കടൽ താണ്ടി വരുമ്പോൾ ഇടയ്ക്കെങ്ങാനും ചിറകൊന്ന് കുഴഞ്ഞു പോയാലോ? നീ കടൽ വീണത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് കൊത്തിപ്പെറുക്കി തീറ്റ തേടിയാൽ മതി, അതാണ് നല്ലത്. അവന് അപ്പൻ്റെ വാക്കുകളേക്കാൻ തോന്നിയില്ല. പലപ്പോഴും മക്കൾക്ക് മാതാപിതാക്കൾ പറയുന്നത് അത്രക്കങ്ങ് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല. എത്ര ജീവിതം കണ്ടവരാണ് മാതാപിതാക്കൾ. പക്ഷെ മക്കൾ കരുതും തങ്ങൾ നടക്കുന്ന ഇത്തിരി വഴികളൊക്കെ വലിയ വഴികളാണെന്ന്. തങ്ങൾക്കുള്ള ഇത്തിരി വെട്ടം വലിയ വെട്ടമാണെന്ന് തെറ്റിദ്ധരിക്കും. ഇത് തന്നെ ഈ കുട്ടിത്തത്തക്കും സംഭവിക്കുന്നു. അവൻ പറയുന്നു, ഞാനത്ര കുട്ടിയാണോ? അല്പം ദൂരത്തിൽ ദ്വീപിലേക്ക് പോയാൽ എന്താ പ്രശ്നം? പിന്നെ അച്ഛൻ എന്താ പറയുക? ഇവൻ വീണ്ടും ആ ദ്വീപിലേക്ക് തന്നെ പോകുന്നു. പോയി മാമ്പഴച്ചാറ് കുടിച്ച് തലക്ക് മത്ത് പിടിച്ചു. പിന്നെ തിരികെ യാത്രയാണ്. തിരികെ കടലിനെ കുറുകെ സഞ്ചരിച്ച് പറന്ന് യാത്ര നടത്തുന്നതിനിടയിൽ ചിറക് വല്ലാതെ കുഴയാൻ തുടങ്ങുന്നു. ദേഹത്തിന് ഭാരമേറുന്നത് പോലെ പതുക്കെ പതുക്കെ കടലിലേക്ക് അവൻ കൂപ്പുകുത്തുന്നു. ദയനീയമായ ഒരന്ത്യം കേൾക്കാമായിരുന്നു. നമ്മളൊക്കെ പടുകുഴിയിലേക്ക് വീഴുന്നത് കേൾക്കാൻ ചെവിയില്ലാത്തതുകൊണ്ടാണ്.
പടുകുഴിയിൽ വീണതിന് ശേഷം വിലപിക്കും. ചില നേരങ്ങളിൽ ടു ലേറ്റായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മുമ്പേ പോയവർ, കുറച്ചുകൂടി ബോധ്യമുള്ളവർ, കുറച്ചുകൂടി ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക. നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ് നിങ്ങളുടെ മാതാപിതാക്കളും മറ്റും നിരന്തരമായി നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ആകാശവാണി എന്നും പറഞ്ഞ് കളിയാക്കേണ്ട. അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതൊന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വളർച്ച. അടുത്ത ഒരു കഥ സ്വന്തം തട്ടകം വിട്ടധികം പോകണ്ട എന്ന ഓർമ്മപ്പെടുത്തലുമായി വരുന്ന കഥയാണ്. ധാരാളം മൺകൂനകളുള്ളൊരു പാടത്താണ് ഒരു പരുന്ത് ജീവിച്ചിരുന്നത്. ഈ മൺകൂനകളുള്ള പാടത്ത് ആദ്യമൊക്കെ മൺകൂനയിൽ തട്ടിയവൻ വീഴുമെങ്കിലും പതുക്കെ പതുക്കെ എക്സ്പീരിയൻസിലൂടെ അവന് ശേഷി വന്നു, കരുത്ത് വന്നു. മൺകൂനകളിൽ നിന്നും എടുത്തുയർത്തിയ മട്ടിൽ പറക്കാനൊക്കെ അവന് സാധിക്കുന്നു. ഇപ്പോൾ ഒരു നാൾ അവൻ പറന്ന് കുറേ ദൂരെയുള്ള ഒരു കാട്ടിലെത്തി. അവിടെ ഒരു കഴുകൻ ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കഴുകൻ കൂർത്ത മൂർത്ത നഖങ്ങളുമായിട്ട് വന്ന് ഇവനെ കൊത്തിപ്പറിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പരുന്ത് പറഞ്ഞു, നീ എൻ്റെ തട്ടകത്തിലേക്ക് വരിക. ഇവിടെ നീ രാജാവായിരിക്കാം, പക്ഷെ എൻ്റെ തട്ടകത്തിൽ വന്ന് എന്നെ ആക്രമിക്കുക. നിൻ്റെ തട്ടകത്തിൽ വന്ന് എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ എന്തർത്ഥമുള്ളത്? എൻ്റെ തട്ടകത്തിൽ വന്ന് എന്നെ ആക്രമിച്ച് എന്നെ കീഴ്പ്പെടുത്തുക. കഴുകൻ പറഞ്ഞു, നിൻ്റെ പാടത്തായാലും ഞാൻ വരും. അവൻ അവിടേക്ക് ചെല്ലുന്നു. പരുന്തിൻ്റെ പാടത്തെത്തിക്കഴിയുമ്പോൾ വഴി വ്യക്തമായിട്ട് അറിയാമല്ലോ പരുന്തിന്. കഴുകൻ താണ് പറന്ന് വരുമ്പോൾ മൺകൂനകളിൽ ചെന്നിടിച്ച് പെട്ടെന്ന് തളർന്ന് താഴെ വീണു. അപ്പോൾ പരുന്ത് കഴുകൻ്റെ ജഡം നോക്കി പറഞ്ഞു, എത്ര ബലവാനായാലും സ്വന്തം തട്ടകം വിട്ടാൽ ഇതൊക്കെയായിരിക്കും ഗതി. നമ്മൾക്കൊക്കെ വളരാനൊരു ഇടമുണ്ട്. ആ ഇടം വിട്ട് ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴൊക്കെ മാതാപിതാക്കൾ സംരക്ഷണ വലയം തീർത്ത് നിങ്ങൾക്ക് ചുറ്റിലും നിൽക്കുമ്പോൾ നിങ്ങളുടെ ധാരണ നിങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നതാണ്. ശ്വാസം മുട്ടിപ്പിക്കുന്ന സ്നേഹം, ശ്വാസം മുട്ടിപ്പിക്കുന്ന സംരക്ഷണം, ശ്വാസം മുട്ടിപ്പിക്കുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരും വലുതാകും എന്ന് പുറത്തു നിൽക്കുന്ന ചേട്ടനൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ ചേട്ടൻ്റെ തട്ടകത്തിലേക്ക് പോവുകയാണ്. മാതാപിതാക്കൾ പറയും, മോനെ നീ വളർന്നിട്ടില്ല, അങ്ങനെ അങ്ങ് പോകരുത്. ഇപ്പം പോകണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നശിക്കുന്ന തരത്തിലുള്ള മൺകട്ടകളിലേക്കുള്ള ചെന്നിടിക്കൽ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വന്തം തട്ടകവും സ്വന്തം ഗതിയും സ്വന്തം ബലവുമൊക്കെ ആദ്യം തിരിച്ചറിയുക. അതാണ് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വേണ്ട ബുദ്ധി. ഇനി ചിലരൊക്കെ തന്ത്രത്തിൽ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ പോലെയാണ്. ഈ സൗഹൃദം നടിച്ച് നമ്മെ വലിയ നാശത്തിലേക്ക് നയിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ അല്പം തന്ത്രം തന്നെ വേണം. കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പാഠം അത് ഈ ചൈനീസ് കഥകളിലൊന്നാണ്. അത് ഇതിലുണ്ട്. ആ ചൈനീസ് കഥ ഇങ്ങനെയാണ്. മുതലേക്ക് കുരങ്ങൻ്റെ കരൾ തിന്നാൻ വലിയ കൊതി. കുരങ്ങൻ്റെ കരൾ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതത്ര നടക്കുന്ന കാര്യമല്ല. കാരണം കുരങ്ങൻ പുഴയോരത്തെ മരത്തിലാണ് താമസിക്കുന്നത്. മുതല ഇവിടെ നദിയിലും. എന്തു ചെയ്യും? ഭാര്യ പറഞ്ഞു കൊടുത്തു, ബലം ഉപയോഗിക്കാൻ പറ്റാത്തടത്ത് തന്ത്രം ഉപയോഗിക്കണം. തന്ത്രപൂർവം മുതല കുരങ്ങനുമായി സൗഹൃദത്തിലാവുന്നു. വലിയ സൗഹൃദം. എന്നിട്ട് പറയുന്നു, ഇക്കരെ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അക്കരെ ഇതിനേക്കാൾ നല്ല കാര്യങ്ങളുണ്ട്. ഇക്കരെ സന്തോഷമാണ്, പക്ഷെ അക്കരെ അതിനേക്കാൾ സന്തോഷമാണ്. അതുകൊണ്ട് ഇക്കരെ നിന്നും അക്കരേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ സുഹൃത്തായി ഞാൻ തയ്യാറാണ്. നിൻ്റെ ആഗ്രഹമനുസരിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ ഞാൻ നല്ല സുഹൃത്തായി മാറുക. നല്ല സുഹൃത്ത് തന്നെ. കുരങ്ങൻ സന്തോഷപൂർവ്വം അവൻ്റെ മുതുകത്തേറിയിരുന്നു. അക്കരെ നിന്നും ഇക്കരേക്ക് യാത്രയാവുന്നു. പാതി വഴിയിലെത്തിയപ്പോൾ തന്നെ ഈ മുതല താഴേക്ക് മുങ്ങാങ്കുള്ളിയിടുകയാണ്. കുരങ്ങും പരിഭ്രമിച്ച് ചോദിച്ചു, ഇതെന്താ നീ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, നിന്നെ സഹായിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? സഹായിക്കാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്? അങ്ങനെയൊന്നുമല്ല, നിൻ്റെ കരള് അതെടുക്കാൻ വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പെട്ടെന്ന് തന്നെ അവനിലുള്ള തന്ത്രശാലി ഉണർന്നെഴുന്നേറ്റു.
കുരങ്ങൻ പറഞ്ഞു, അയ്യോ നീ നേരത്തെ പറയണ്ടേ, എൻ്റെ കരൾ അത് മരച്ചില്ലയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തിരികെ പോകണം. തിരികെ പോയി ആ മരച്ചില്ലയിൽ നിന്ന് കരളെടുക്കണം, എന്നാൽ മാത്രമേ നിനക്ക് ആവശ്യമുള്ള തരാൻ പറ്റുള്ളൂ. പിന്നെ മണ്ടനായ മുതല ഇവനെയും കൂട്ടി മറുകരയിലേക്ക് നീന്തുന്നു. അവിടെ എത്തിയ പാടെ തന്നെ അവൻ ജീവൻ പ്രാണരക്ഷാർത്ഥം മരച്ചില്ലയിലേക്ക് പാഞ്ഞു കയറുന്നു. ചില തന്ത്രശാലികളെ നേരിടാൻ തന്ത്രം തന്നെ വേണ്ടി വരും. അതിനെ കോമൺ സെൻസ് എന്ന് വിളിക്കും. കോമൺ സെൻസ് അത്ര കോമൺ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളായ കൂട്ടുകാരെ, നിങ്ങളൊക്കെ തന്ത്രശാലികൾക്ക് മുമ്പിൽ വെറുതെ അടിമകളായി മാറരുത്. തന്ത്രത്തെ തന്ത്രം കൊണ്ട് തന്നെ നേരിടണം. സർപ്പത്തെപ്പോലെ വിവേകം വേണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രാവിനെപ്പോലെ നിഷ്കളങ്കത, സർപ്പത്തിൻ്റെ വിവേകം. ഇതില്ലാത്തവർ, കോമൺ സെൻസ് ഇല്ലാത്തവർ വല്ലാതെ അപകടത്തിൻ്റെ ചതിക്കുഴികളിലേക്ക് എടുത്തു ചാടും. കേട്ടിരിക്കുന്ന കുട്ടിക്കുറുമ്പുള്ള കൂട്ടുകാര, താങ്കൾ കോമൺ സെൻസുള്ള ആളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. വീണ്ടും കഥാപുസ്തകത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിൽ പെട്ടെന്ന് കാട്ടുതീ പടരുന്ന ഒരു ചിന്ത ഒരു പരുന്തിനുണ്ടായി. മരങ്ങൾക്കിടയിലുള്ള ഒരു വാഗമരത്തിലാണ് പരുന്ത് താമസിക്കുന്നത്. പരുന്തിന് അല്പം കൂർമ്മ ബുദ്ധിയുണ്ട്. ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പോൾ പരുന്തിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അടുത്തൊരു മരത്തിൽ നിന്ന് ചെറിയ തീപ്പൊരി ചിതറുന്നുണ്ട്. അതിന് മനസ്സിലായി മരത്തിൻ്റെ ചില്ലകൾ കൂട്ടി ഉരുമി ചെറിയ തീപ്പൊരി വരുന്നതാണ്. പരുന്ത് മറ്റു കിളികളോട് പറഞ്ഞു, എന്താ കണ്ടില്ലേ, തീപ്പൊരി വരുന്നത് കണ്ടില്ലേ, തീപ്പൊരി പതുക്കെ പതുക്കെ വലിയ തീയായി മാറും, കാട്ടുതീയായി മാറും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ബദ്ധശത്രുവായ മൂങ്ങ പുച്ഛിച്ചു. മൂങ്ങ പറഞ്ഞു, എന്ത് വിഡ്ഢിത്തോണ് പറയുന്നത്, ചെറിയൊരു തീപ്പൊരി, ഒരിത്തിരി, ആ തീപ്പൊരി കൊണ്ട് എന്ത് കാട്ടുതീയാണ് ഉണ്ടാകാൻ പോവുക. പരുന്ത് പറഞ്ഞു, രക്ഷപ്പെടാൻ താല്പര്യമുള്ളവർ രക്ഷപ്പെടുക, ബോധമുള്ള ആളുകളൊക്കെ എൻ്റെ കൂടെ വരിക, അല്ലാത്തവരൊക്കെ സ്വയം നശിക്കുക. ആരും കൂടെ പോയില്ല. പരുന്ത് കുഞ്ഞുങ്ങളെയും കൂട്ടി അകലേക്ക് പറന്നുപോയി. പോകും മുമ്പ് വീണ്ടും പറഞ്ഞു, തീപ്പൊരി വീണ് മരച്ചുവട്ടിലെ ഉണങ്ങിയ ഇലകൾ കത്തും, പിന്നെ തീ പടർന്ന് മരവും കാടുമെല്ലാം എരിയും. അതുകൊണ്ട് നേരത്തെ രക്ഷപ്പെടുകയാണ് ബുദ്ധി. പക്ഷെ ആരും അവനെ കേട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ ഞാൻ തന്നെ സ്വയം ഒറ്റക്ക് പോയിക്കൊള്ളാം. അത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തീപ്പൊരി മെല്ലെ തീയായി, തീപ്പന്തമായി, പിന്നെ കാട്ടുതീയായി. ആ കാട്ടുതീയിൽ സർവ്വ പക്ഷിക്കൂട്ടവും ജന്തുക്കളും ഇല്ലാതായി. കാതുണ്ടായാൽ പോരാ, കേൾക്കണം. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ബുദ്ധിയുണ്ടായാൽ പോരാ, ഉപയോഗിക്കണം. ഇതും ഒരു പാഠമാണ്. ജീവിതത്തിൽ കുറച്ച് സൈറ്റും ഇൻസൈറ്റും ഫോർസൈറ്റഡ്നെസ്സൊക്കെ വേണം. കാഴ്ച മാത്രം പോരാ, ദർശനം ഉണ്ടാവണം. ചില ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ബോധം ഉപയോഗിക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ കുറച്ചുകൂടി സക്സസ്ഫുള്ളായി നമ്മൾ മാറും. വീണ്ടും കഥകളുടെ വിശാല ലോകത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം. രണ്ട് നീർനായകൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ചേർന്ന് പുഴ മത്സ്യം പിടിച്ചു. ഇപ്പോൾ അവകാശ തർക്കമാണ്. ആർക്കാണ് നല്ല ഭാഗം വേണ്ടത്? തലഭാഗം, വാൽഭാഗം, നടുഭാഗം, ആർക്ക് ഇത് വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം തന്നെ, തർക്കം, തീരാത്ത തർക്കം. അപ്പോൾ തന്ത്രശാലിയായ ഒരു കുറുക്കൻ രംഗപ്രവേശം ചെയ്യുന്നു. സൗഹൃദത്തിൻ്റെ ഭാഷ കടമെടുത്ത് മൃദു ശൈലിയിൽ അവൻ സംസാരിച്ചു തുടങ്ങുന്നു. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു പ്രശ്നം? ഉടൻ തന്നെ നീർനായകൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു വലിയ മീൻ കിട്ടി, അതൊന്ന് തുല്യമായി പങ്കുവെച്ച് തരാൻ പറ്റും. അയ്യോ, ഞാൻ തിരക്കുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റില്ല. ആദ്യം ആളുകൾ ഇങ്ങനെയൊക്കെയാണല്ലോ, തിരക്ക് ഭാവിക്കും. അപ്പോൾ നിർബന്ധം കൂടി, അയ്യോ ഒത്തിരി സമയം, അവസാനം ഞാൻ സമ്മതിക്കുന്നു, അല്പസമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാം. തലഭാഗം മീൻ പിടിച്ചവന് ഭാഗിക്കുകയാണ്. വാൽഭാഗം കൂട്ടുകാരന്, സഹായിച്ച കൂട്ടുകാരന്.
നടുഭാഗം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല ഭാഗം മുറിച്ചതിന് ഈ മധ്യസ്ഥം വഹിച്ചതിന് കൂലിയായി എടുത്തുകൊണ്ട് അവൻ പോയി മറഞ്ഞു. ഈ കഥ പറഞ്ഞു കൊടുത്തു കേട്ട് ചൈനീസ് കാരണവന്മാർ കുട്ടികളോട് പറയും, അവകാശികൾ ആവശ്യമില്ലാതെ തമ്മിൽ തല്ലരുത്. നമ്മുടെ നാട്ടിലും എല്ലായിടത്തും എന്തെല്ലാം അവകാശ തർക്കങ്ങളാണ്. ഒരാവശ്യവുമില്ലാതെ ഒരു ചെറുവഴിക്ക് വേണ്ടി തല്ലുപിടുത്തമാണ്. സ്വത്തിനു വേണ്ടി വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കലഹമാണ്. ബന്ധുക്കളൊക്കെ ശത്രുക്കളായി മാറി. ഇതുവരെ മതിലില്ലാത്തടത്തൊക്കെ മതിലുകൾ വന്നു. ഹൃദയത്തിൽ 10-15 മതിലുകൾ, വീട്ടിൽ ആയിരക്കണക്കിന് മതിലുകൾ. ഈ അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ ചൈനക്കാർ കാരണവന്മാർ പുതിയ തലമുറക്കാർക്ക് പറഞ്ഞു കൊടുത്ത ആ ഉപദേശം നമ്മളെയും തേടി വരണം. അവകാശികൾ ആവശ്യമില്ലാതെ തമ്മിൽ തല്ലരുത്. തമ്മിൽ തല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മറ്റാരെങ്കിലും കൊണ്ടുപോകും. ഇതും നല്ല സാരവത്തായിട്ടുള്ള സന്ദേശം തന്നെയാണ്. ഇനി വീണ്ടും മനുഷ്യരുടെ ബോധമില്ലായ്മയെ, മൃഗങ്ങളുടെ ബോധമില്ലായ്മയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കഥയുണ്ട്. ചൈനയിൽ വൻ പ്രചാരമുള്ള ഒരു കഥയാണിത്. മനോഹരമായ ഒരു പൂന്തോട്ടം, അതിസുന്ദരമായ പൂന്തോട്ടം, തോട്ടം സംരക്ഷിക്കാൻ ഒരു കാവൽക്കാരൻ. ആ തോട്ടത്തിൻ്റെ അതിർത്തിയിൽ കുറേ കുരങ്ങന്മാർ താമസിക്കുന്നുണ്ട്. തോട്ടക്കാരനും കുരങ്ങന്മാരും ഇപ്പോൾ സുഹൃത്തുക്കളെ പോലെ. ഗ്രാമത്തിൽ ഉത്സവമാണ്. ഗ്രാമത്തിൽ ഉത്സവമായതുകൊണ്ട് ആ ഉത്സവത്തിന് പോകണമെന്ന് തോട്ടക്കാരന് വലിയ ആഗ്രഹം. എന്തു ചെയ്യും? തോട്ടം ആരെങ്കിലും നോക്കണ്ടേ? കുരങ്ങന്മാർ ചാടി വീണ് പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തോട്ടം നന്നായി നോക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? വെള്ളമൊഴിക്കണം, ഒരു ചെടി പോലും ഉണങ്ങാതെ സൂക്ഷിക്കണം, ചപ്പ് ചവറുകൾ വാരിക്കളയണം, പക്ഷി മൃഗാദികൾ തോട്ടത്തിൽ വന്ന് നാശമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങളേറ്റു, ഇപ്പം ശരിയാക്കി തരാം എന്ന മട്ടിൽ. ഒരു കാര്യം കൂടി, കുളത്തിൽ വെള്ളം വളരെ കുറവാണ്, അതുകൊണ്ട് അല്പം പോലും വെള്ളം നഷ്ടപ്പെടുത്തി കളയരുത്. തോട്ടക്കാരൻ പോകും മുമ്പ് പറഞ്ഞു. കുരങ്ങമ്മ പറഞ്ഞു, ഒക്കെ ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം എന്ന മട്ടിൽ വീണ്ടും ഒരു ആറ്റിറ്റ്യൂഡ്, ശരിയാക്കി തരാം. തോട്ടക്കാരൻ പോയി. അതിനുശേഷം ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. കുരങ്ങന്മാരല്ലേ, ബുദ്ധിയും ബോധമൊന്നും കാര്യമായിട്ടില്ലല്ലോ. തലക്കകത്ത് കാര്യമായിട്ട് ആൾപ്പാർപ്പില്ലാത്ത ഗണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ചർച്ച തുടങ്ങി. കുളത്തിൽ വെള്ളം കുറവാണ്, എല്ലാ ചെടികളും നനയ്ക്കണം. അപ്പോൾ എന്തു ചെയ്യും? ചില ചെടികൾക്ക് ധാരാളം വേരുകളുണ്ട്, മറ്റു ചെടികൾക്ക് ചെറിയ വേരുകളാണ്. അപ്പോൾ വലിയ വേരുകളുള്ളവയ്ക്ക് കൂടുതൽ വെള്ളം കൊടുക്കുക, ചെറിയ വേരുകളുള്ളവർക്ക് ചെറുതായിട്ട് മാത്രം വെള്ളം കൊടുക്കുക. നല്ല ഐഡിയ. അപ്പോൾ എങ്ങനെ തിരിച്ചറിയും വലിയ വേര് ചെറിയ വേരും? മൂത്ത കുരങ്ങൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര വിഡ്ഢികളായി പോയല്ലോ. വേര് തിരിച്ചറിയാൻ എന്താ മാർഗം? ചെടി പിഴുതെടുക്കണം, എന്നിട്ട് വേര് പൊട്ടാതെ സൂക്ഷിക്കണം, എന്നിട്ട് വലുതേത് ചെറുതേതെന്ന് തിരിച്ചറിയണം. പോരെ? പതുക്കെ പതുക്കെ എല്ലാ ചെടികളും കുരങ്ങന്മാർ പിഴുതെടുക്കാൻ തുടങ്ങി. വേരുകളുടെ അളവെടുക്കണമല്ലോ, നീട്ടം നോക്കണം. ഇങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയും നാൾ തോട്ടക്കാരൻ വളരെ ഓമനയായി നനച്ചു വളർത്തിയിരുന്ന ചെടികളൊക്കെ കുരങ്ങന്മാർ പിഴുതെടുത്തു. വിഡ്ഢികൾ ഉപകാരം ചെയ്താൽ അത് ചിലപ്പോഴൊക്കെ ഉപദ്രവമായി മാറും. അതുകൊണ്ട് വിഡ്ഢികളുടെ ഉപകാരം സ്വീകരിക്കാതിരിക്കുക. നമ്മുടെ സുഭാഷിതങ്ങളിൽ ഈ ഓർമ്മപ്പെടുത്തൽ ധാരാളമായിട്ടുണ്ട്. വിഡ്ഢിത്തത്തിന് ചെവി ചായ്ച്ചു കൊടുക്കരുത്. കാരണം വിഡ്ഢി ഉപദേശിക്കുന്ന വഴി നിങ്ങളെ വലിയ കുടുക്കിലേക്ക് ആനയിക്കുകയുള്ളൂ. ഇതുപോലുള്ള കഥകൾ കുത്തിനിറച്ച ഈ പുസ്തകം നമ്മെ പലതരത്തിൽ ജീവിതമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നുണ്ട്. ഉപദേശം, നമ്മളൊക്കെ ഉപദേശിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണല്ലോ. ചില നേരങ്ങളിൽ ഉപദേശിക്കരുത് എന്ന് കൂടി ബോധമുള്ളവർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വാനമ്പാടി ഉണ്ടായിരുന്നത്രേ. വാനമ്പാടി എല്ലാവർക്കും ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, നിർത്താതെ നോൺ സ്റ്റോപ്പ് അഡ്വൈസാണ്. ഒരു കുരങ്ങൻ നനഞ്ഞു കുളിച്ച് മരത്തിൻ്റെ ചില്ലയിൽ വന്ന് നിൽക്കുകയാണ്. ഈ മരത്തിൻ്റെ മുകളിൽ വാനമ്പാടി സുന്ദരമായി കൂട് കൂട്ടിയിരിക്കുകയാണ്. വാനമ്പാടി ഉപദേശം ആരംഭിച്ചു. പുറത്ത് തോരാത്ത മഴ, ഇവിടെ തീരാത്ത ഉപദേശം. വാനമ്പാടി പറഞ്ഞു, നിനക്ക് മനുഷ്യരുടെ മുഖച്ഛായയുണ്ട്, മനുഷ്യരുടെ ഭാവങ്ങളുണ്ട്,
പക്ഷേ മനുഷ്യരെ പോലെ നീ എന്തുകൊണ്ട് വീടുണ്ടാക്കുന്നില്ല? അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, മനുഷ്യരുടെ മുഖഭാവമുണ്ട്, മനുഷ്യരുടെ രൂപമുണ്ട്, പക്ഷേ മനുഷ്യർക്കുള്ള ഒരു കാര്യം എനിക്കില്ല. എന്താണ്? ബുദ്ധി, ബോധം. ഇത് രണ്ടുമില്ല. ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു വീട് പണിയാൻ പറ്റില്ല. വാനമ്പാടി ഉപദേശമാണ്. വാനമ്പാടി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, നീ ചപലനാണ്, നീ മടിയനാണ്, നീ ഉദാസീനനാണ്, നിനക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നിട്ട് നീ ഒരു കാര്യവും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് വീടുണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുരങ്ങനെ ദേഷ്യം വന്നു. കുരങ്ങൻ മുകളിലേക്ക് പാഞ്ഞു കയറി വന്ന് വാനമ്പാടി ഉണ്ടാക്കിയിരിക്കുന്ന വീടും അതിൻ്റെ മുട്ടകളുമൊക്കെ നിലത്ത് എറിഞ്ഞു ഉടച്ച് തകർത്ത് കളഞ്ഞു. വാനമ്പാടി അസ്വസ്ഥനായി ചോദിക്കുന്നു, ഒരു ഉപദേശം നടത്തിയേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ കൂട് തകർത്ത് കളഞ്ഞത്? അസ്ഥാനത്ത് ഉപദേശം കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഈ പുസ്തകം മടക്കി വയ്ക്കുകയാണ്. അസ്ഥാനത്തുള്ള ഉപദേശം വേണ്ടല്ലോ. ഇത്രയും നേരം പറഞ്ഞ ഉപദേശങ്ങൾ കുട്ടിക്കുറുമ്പുള്ള എൻ്റെ കൊച്ചു കൂട്ടുകാർ സ്നേഹത്തോടെ സ്വീകരിക്കുക. എന്നിട്ട് കുറച്ചുകൂടി പ്രകാശമുള്ള കുട്ടികളായി ജീവിക്കുക. പ്രകാശമുള്ളിടത്തോളം പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് പോകുന്നിടത്തെല്ലാം പ്രകാശം പരത്തലാണ്. പ്രകാശം പരത്തി മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല യാത്ര നേരുന്നു. വീണ്ടും കാണാം.